കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. ഇപ്പോൾ ഇതാ വരുമാനത്തിലും ലാഭത്തിലും റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 1142.17 കോടി രൂപയുടെ വരുമാനമാണ് കമ്പനിക്ക് ലഭിച്ചത്. തൊട്ടു മുൻ വർഷം 1014 കോടിയും 12.62% വർധന. യാത്രക്കാരിൽ നിന്ന് യൂസർ ഡെവലപ്മെന്റ് ഫീസ് പിരിക്കാൻ തീരുമാനിച്ചതും വിമാന കമ്പനികളിൽ നിന്നുള്ള എയ്റോനോട്ടിക്കൽ ടാരിഫ് വർദ്ധിച്ചതുമാണ് വരുമാനം കൂടാൻ കാരണം. മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ സിയാലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാഭവും ലഭിച്ചു. 489.84 കോടി രൂപയാണ് ഇക്കുറി ലാഭം. 2023-24 കാലയളവിൽ ലഭിച്ച 412.57 കോടി രൂപയുടെ ലാഭക്കണക്കാണ് തിരുത്തിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 76,068 വിമാനങ്ങൾ കൊച്ചിയിലെത്തിയെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. 31,820 അന്താരാഷ്ട്ര വിമാനങ്ങളും 44,248 ആഭ്യന്തര വിമാനങ്ങളും ഉൾപ്പെടെയാണിത്. തൊട്ടു മുൻ സാമ്പത്തിക വർഷത്തിൽ 70,204 വിമാനങ്ങളാണ് ഇവിടെ എത്തിയത്. 8.36% വർധന. യാത്രക്കാരുടെ എണ്ണത്തിലും ഈ കാലയളവിൽ വർധനയുണ്ടായി. 1,11,95,965 യാത്രക്കാരാണ് ഇക്കാലയളവിൽ കൊച്ചിയിലെത്തിയത്. തൊട്ടു മുൻ വർഷത്തേക്കാൾ 7.28% വർധന. ആഭ്യന്തര സെക്ടറിൽ 59.26 ലക്ഷം പേരും രാജ്യാന്തര സെക്ടറിൽ 52.69 ലക്ഷം പേരും കൊച്ചിയിലെത്തിയെന്നും കണക്കുകൾ പറയുന്നു. അന്താരാഷ്ട്ര കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം കൊച്ചിയിൽ നിന്നും തായ്ലൻഡിലെ ഫുക്കറ്റിലേക്ക് എയർ ഏഷ്യ വിമാന സർവീസ് തുടങ്ങിയതായും റിപ്പോർട്ടിൽ തുടരുന്നു. ഓഹരി ഉടമകൾക്ക് 50% ലാഭവിഹിതവും ലഭിക്കും. 239.11 കോടി രൂപ ലാഭവിഹിതമായി ഓഹരി ഉടമകൾക്ക് നൽകാനും ഡയറക്ടർ ബോർഡ് ശുപാർശ നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഓൺലൈനായി ചേരുന്ന വാർഷിക പൊതുയോഗത്തിലുണ്ടാകും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നിർമ്മാണം ആരംഭിച്ച 33,500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ബിസിനസ് പാർക്ക് ഇക്കൊല്ലം ഡിസംബറിൽ പൂർത്തിയാകും. 300 പേർക്കുള്ള കോ വർക്കിംഗ് സ്പേസ്, ഏവിയേഷൻ അക്കാഡമിക് കോഴ്സുകൾ നടത്താനുള്ള ക്ലാസ് റൂമുകൾ, സെമിനാർ ഹാൾ, റെസ്റ്റോറന്റ് തുടങ്ങിയ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാകും. വിമാനത്താവളത്തിന് സമീപം IT പാർക്ക് നിർമ്മിക്കുന്നതിനുള്ള പഠനങ്ങളും നടക്കുന്നുണ്ട്. അതേസമയം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വലിയ വളർച്ചയാണ് കൈവരിച്ചതെന്നും യാത്രക്കാരുടെ സൗകര്യാർത്ഥം നിരവധി വികസന പദ്ധതികൾ നടക്കുകയാണെന്നും MD സുഹാസ് പറഞ്ഞിരുന്നു. സിയാൽ ഓഹരി ഉടമകൾക്ക് ഇക്കുറി 50% ലാഭവിഹിതം നൽകാനാണ് ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചത്. 27 നടക്കുന്ന ഓഹരി ഉടമകളുടെ യോഗം ലാഭവിഹിതം സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. 32,000-ഓളം ഓഹരി ഉടമകളാണുള്ളത്. സിയാലിനെ എയർ ഇന്ത്യ ഹബ്ബ് ആക്കുന്നതിന് ചർച്ച നടക്കുന്നുണ്ട്. അതിനായി വ്യവസ്ഥകൾ കൈമാറിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്ന വിമാന കമ്പനി സിയാലായിരിക്കും ഹബ്ബെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2,300 മീറ്റർ നീളത്തിൽ പുതിയ റൺവേ നിർമ്മിക്കുന്നതിന് സർവേ നടക്കുകയാണ്. ഇതിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കണം. നെടുമ്പാശ്ശേരിയിൽ നിർമ്മിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ആവശ്യമെങ്കിൽ സ്ഥലം വിട്ടു നൽകും. വിമാനത്താവളത്തിലേക്ക് കൊച്ചി മെട്രോ നീട്ടുന്നത് എയർപോർട്ട് സീപോർട്ട് റോഡിന്റെ പൂർത്തീകരണം, വാട്ടർ മെട്രോ എന്നിവയ്ക്കും സഹായം നൽകും. എയർപോർട്ട് ടൗൺഷിപ്പ് സ്ഥാപിക്കാൻ സാധ്യതാ പഠനം നടത്തുന്നുണ്ട്. കൺവെൻഷൻ സെന്ററിന് സമീപം 22 ഏക്കറിലാണ് ആദ്യഘട്ടം പദ്ധതി ആരംഭിക്കുന്നത്. രണ്ടാം ഘട്ടം 45 ഏക്കറിലേക്ക് കൂടി വികസിപ്പിക്കും. ഹൈഡ്രജൻ പ്ലാന്റുള്ള ലോകത്തെ ആദ്യ വിമാനത്താവളമാണ് സിയാൽ. ഓപ്പറേഷൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ പ്ലാന്റ് തുറക്കും. BPCL 40 കോടി രൂപയാണ് മുടക്കിയിട്ടുള്ളത്. പദ്ധതിക്ക് ആവശ്യമായ സ്ഥലവും വെള്ളവുമാണ് സിയാൽ നൽകുന്നത്. നിശ്ചിത അളവിൽ കൂടുതൽ വെള്ളം വേണ്ടിവന്നാൽ വില ഈടാക്കും. ഗോൾഫ് ക്ലബിന്റെയും വികസനം നടക്കുകയാണ്. 20 കോട്ടേജുകൾ ഉണ്ടാകും. സ്പോർട്സ് കോംപ്ലക്സ്, കൺവെൻഷൻ സെന്റർ, റെസ്റ്റോറന്റ് എന്നിവയും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.